ചതച്ച് പറ്റിച്ച ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചതച്ചെടുത്ത വെളുത്തുള്ളി. ഞാൻ ഇതേപോലത്തെ 2 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തത്. ഈ കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല. ഈ കറിയിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, വേപ്പിൻ്റെ ഇല. പിന്നെ ഈ കറിയിലേക്ക് വേണ്ട ഗരം മസാല. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 6 ഏലക്കായ, ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, ഒരു 6 കരയാമ്പൂ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വിനീഗർ. ഈ വിനീഗർ നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. നമ്മുടെ ഗരം മസാല പൊടിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. ആ ബീഫിന് നല്ല വേവുള്ള ബീഫാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാത്രത്തിന് പകരം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഈ ബീഫിന് വേവ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടി നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോളയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഇതിനകത്ത് നമ്മൾ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഗരം മസാല ഇത്രയും കൂടുതലായിട്ട് തോന്നുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മസാലകളൊക്കെ ഈ സവോളയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. വിനീഗർ ചേർക്കാം, ഉപ്പ് ചേർക്കാം, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ബീഫിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ വേവിക്കുന്നുണ്ടെങ്കിൽ ആ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബീഫ് ചൂടായി കഴിയുമ്പോൾ തന്നെ ആ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ആ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബീഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് ബീഫ് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കാം. നമ്മൾ വലിയ പീസായിട്ട് നമ്മൾ ബീഫ് കട്ട് ചെയ്തേക്കണേനും നമുക്ക് ആ ബീഫ് ഇങ്ങനെ എടുത്ത് എണ്ണയിലേക്ക് ഇടാനും എളുപ്പമായിരിക്കും.
ഇനി നമുക്ക് ഈ ഗ്രേവി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രേവി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ ബീഫ് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ ഈ ബീഫ് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗ്രേവി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഗ്രേവി നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മൾ മൊരിക്കിട്ട് ആവശ്യമില്ല. നമ്മുടെ ചതച്ചെടുത്ത ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.